ഇന്ന് ഇന്നലെ അർദ്ധരാത്രി മുതൽ രാജ്യം ആഘോഷിക്കുകയാണ് വലിയ ഒരു ഡീൽ. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആകെ ബാധിക്കുന്ന തരത്തിൽ അമേരിക്കയുടെ പിഴത്തീരുവ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. 25% തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പിഴത്തീരുവ 25% ചേർത്ത് 50% തീരുവയാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്നത്. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിൽ ധാരണയായെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ത്യ സ്ഥിരീകരിക്കുമ്പോൾ ഒഴിയുന്നത് വലിയ ഒരാശങ്കയാണ്. യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ട മദർ ഓഫ് ഓൾ ഡീൽസിന് പിന്നാലെ അമേരിക്കയുമായുള്ള ഫാദർ ഓഫ് ഓൾ ഡീൽസും യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഡീലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന്റെ വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡീൽ പ്രഖ്യാപിച്ച രീതിയെക്കുറിച്ചൊക്കെ പ്രതിപക്ഷം വലിയ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ആ അവസ്ഥയിലും നമുക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ് ഈ ഡീൽ. അപ്പോൾ എന്താണ് ഈ ഡീൽ, ആരുടെ വിജയമാണ് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും യുഎസും വ്യാപാര കരാറിന് ധാരണയായെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ 25% നിന്ന് 18% കുറയ്ക്കും എന്ന പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ 0% കുറയ്ക്കുമെന്നും ട്രംപ് ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ഊർജം, സാങ്കേതിക വിദ്യ, കൃഷി, കൽക്കരി തുടങ്ങിയ മേഖലകളിൽ $500 ബില്യൺ ഏതാണ്ട് $50,000 കോടി US ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും മോദി സമ്മതം അറിയിച്ചു എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും പകരം യുഎസിൽ നിന്നും ഒരുപക്ഷെ വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാനും മോദി സമ്മതിച്ചു എന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇത് സഹായകമാകും എന്നതാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഇതിന് പിന്നാലെ ഇതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി രംഗത്ത് വന്നു. പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിലൂടെ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്യുകയും തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദി പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അവരുടെ ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്നും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണെന്നും മോദി കുറിച്ചു. ഇതോടെ ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. വലിയ ആഘോഷം, അതായത് വലിയ ഉണർവ് ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായി തുറന്നു പറച്ചിലായി അത് മാറുകയായിരുന്നു. ഇതിൽ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണ് എന്ന മോദിയുടെ ഒരു പരാമർശം ഈ ട്വീറ്റിലുണ്ടായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങില്ല എന്നതിന്റെ സൂചനയായാണ് ഇതിനെ എല്ലാവരും കണക്കാക്കിയത്. എങ്കിൽ പോലും ഈ $50,000 കോടി കണക്കൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അതിൽ വിശദാംശങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. US ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വാങ്ങും എന്ന ഒരു അവകാശവാദം ട്രംപ് നടത്തിയിരുന്നു. അതിനെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായി. അത് എന്താണ് ഈ ഡീലിലെ വ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വം വെളിവാക്കുന്നതായിരുന്നു. ഇതുവരെ അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ നരവനയുമായി ബന്ധപ്പെട്ടുള്ള രാഹുൽ ഗാന്ധി ആ വാർത്താക്കുറിപ്പുകൾ വീണ്ടും ഉയർത്തിക്കാട്ടിയത് വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയും സഭ ഇന്ന് പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭയിൽ വ്യക്തത വരുത്തുന്നതിനുള്ള അവസരം ഒഴിവായി. ഇന്ന് ആ വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അതുണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷീരോൽപ്പന്ന വിപണിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് ഈ കരാർ ഇങ്ങനെ നീണ്ടുപോയത്. ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നതും ഇതേ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 1.5 ലക്ഷം കോടി രൂപയുടേതാണ് നിലവിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്ഷീരോൽപ്പന്ന വിപണി എന്ന് പറയുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ക്ഷീരോൽപ്പന്ന വിപണിയിലേക്ക് കടക്കാനായിട്ടില്ല. അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളോടുമൊക്കെ ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം അതാണ്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഒട്ടുമിക്കവരും ഈ പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന്റെ ഒരു വലിയ വിപണിയാണ്. ഇന്ത്യൻ വിപണിയെ അമേരിക്കയ്ക്ക് ആകർഷകമാക്കുന്ന പ്രധാന ഘടകവും ഇതാണ്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ US ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്ഷീരവിപണി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഇത് ക്ഷീരമേഖലയ്ക്കും കർഷകർക്കും താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. ഇവിടെ ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് നമുക്കറിയേണ്ടത്. അങ്ങനെ തയ്യാറാകുക ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യമല്ലായിരുന്നു. അതാണ് ഈ കരാർ ഒപ്പിടുന്നതിലേക്ക്, ഈ കരാർ ഒരു ധാരണയിലെത്തുന്നതിലേക്ക് ഇത്രയധികം കാലതാമസം ഉണ്ടാക്കിയ പ്രധാന ഘടകം. ഇതിന് സമാനമാണ്
മറ്റ് കാർഷികോൽപ്പന്നങ്ങളുടെ സ്ഥിതിയും എന്നത് നമ്മൾ കാണണം. നേരത്തെ UK, ന്യൂസിലൻഡ്, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായുള്ള വ്യാപാര കരാറിലും ഇന്ത്യ കാർഷിക ക്ഷീരോൽപ്പന്ന വിപണികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഡീലിലേക്ക് എത്തിയത്. നേരത്തെ കാർഷിക ബില്ലിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള പ്രതിഷേധം വലിയ പാഠമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്. അതുകൊണ്ട് തന്നെ കാർഷിക ക്ഷീര വിപണികളെ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറാവില്ല എന്നതാണ് വിലയിരുത്തൽ. പക്ഷേ ഇത് ഔദ്യോഗികമായി നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവിടെ തുടരുന്ന അനിശ്ചിതത്വം ഈ വലിയ ആശ്വാസത്തിനിടയിലും ചില കരുനിഴലുകൾ വരുത്തുന്നുണ്ട്. എന്താണ് ഈ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന ഡീൽ എന്നതാണ് അറിയേണ്ടത്. കേന്ദ്രത്തിന്റെ വിശദീകരണത്തിലെ ഇക്കാര്യം വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും അത് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഇതുവരെ അറിഞ്ഞതിൽ നിന്ന് എന്താണ് ഇന്ത്യക്ക് ആശ്വസിക്കാൻ ഉള്ള കാര്യങ്ങൾ എന്നത് നമുക്ക് നോക്കാം. കയറ്റുമതിക്കാർക്കാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാകാൻ പോകുന്നത്. ഇതുവരെ താരിഫ് കൂടി നിന്നപ്പോൾ ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നതും കയറ്റുമതിക്കാർക്കാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ആദ്യം ഇത് ആഹ്ലാദത്തിന് വഴി തുറക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നം, വസ്ത്രം, കയർ തുടങ്ങിയവ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് പ്രധാന കയറ്റുമതി മേഖലകളെല്ലാം ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചതോടെ വലിയ രീതിയിൽ വെട്ടിലായിരുന്നു. ആ മേഖലകളൊക്കെ വലിയ ഇടിവുണ്ടായിരുന്നു. കയറ്റുമതിയും വരുമാനവും തൊഴിലും ഒക്കെ ഏറെക്കുറെ സ്തംഭിച്ച ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഈ ഡീൽ ഉണ്ടാകുന്നത്. തമിഴ്നാട് തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലകൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിനോടകം നേരിട്ടു എന്ന കണക്കുകൾ വന്നിരുന്നു. അപ്പോൾ ഈ മേഖലയ്ക്കൊക്കെ ഏറ്റവും വലിയ ഊർജം പകരുന്നതാണ് ഇന്നല്ല കഴിഞ്ഞ രാത്രി ഉണ്ടായിട്ടുള്ള ഈ നിർണായകമായ പ്രഖ്യാപനങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ഈ മേഖലകൾക്കാണ് ഊർജം പകരുക. ട്രംപ് ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% ഇനി കയറ്റുമതി രംഗത്ത് എതിരാളികൾക്ക് മേൽ മുൻതൂക്കം നേടാൻ ഇന്ത്യക്ക് കഴിയും എന്ന ഒരു സാഹചര്യം ഉരുത്തിരികയാണ്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം എന്നിവയ്ക്ക് 20% തീരുവ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ ഇന്ത്യയുടെ തീരുവ 18% കുറയുകയാണ്. ബദ്ധവൈരികളായ പാകിസ്ഥാന് 19% തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനേക്കാൾ കുറഞ്ഞൊരു തീരുവയിലേക്ക് എത്തുന്നു. പാകിസ്ഥാനേക്കാളും ചൈനയെക്കാളും ഒക്കെ കുറഞ്ഞൊരു തീരുവയിലേക്ക് ഇന്ത്യയുടെ തീരുവ എത്തുകയാണ്. 18% കുറഞ്ഞിരിക്കുകയാണ്. മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, കംബോഡിയ എന്നിവയ്ക്കും 19% തീരുവ. അഫ്ഗാനിസ്ഥാന് 15% തീരുവയേ ഉള്ളൂ. പക്ഷേ അഫ്ഗാനിസ്ഥാന് ഈ അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല. അവിടെ ഈ സമാന നിലയിൽ അമേരിക്കൻ വിപണി ലക്ഷ്യമിടുന്നവരിൽ ഏറ്റവും കുറവ് തീരുവയിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ഇന്ത്യക്ക് അതിന്റെ വലിയ അഡ്വാൻറ്റേജ് ഈ മേഖലകളിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വസ്ത്രം ഉൾപ്പെടെയുള്ള ഉൽപ്പന്ന കയറ്റുമതിയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു. ഇനി അവിടെയൊക്കെ ഇന്ത്യക്ക് മേൽക്കൈയുണ്ടാവും, മേധാവിത്വം ഉണ്ടാകും. വസ്ത്രം, ഇലക്ട്രോണിക്സ്, ഫുഡ്വെയർ എന്നിവയിൽ വെല്ലുവിളി ഉയർത്തിയ വിയറ്റ്നാമിന് മേലും മേൽക്കൈ നേടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന താരിഫിലൂടെ ഇനി ഇന്ത്യക്ക് കഴിയും. ബ്രസീലിന് ഇപ്പോഴും പക്ഷേ 50% തീരുവ തുടരുകയാണ്. ബ്രസീലിനൊപ്പം ഇന്ത്യക്കും 50% ഏറ്റവും ഉയർന്ന തീരുവ എന്നതായിരുന്നു ഇതുവരെയുള്ള സാഹചര്യം. മ്യാൻമാർ, ലാവോസ് എന്നിവയ്ക്ക് 40%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30%, മെക്സിക്കോയ്ക്ക് 25%, കാനഡയ്ക്ക് 35%, സ്വിറ്റ്സർലൻഡിന് 39% എന്നിവയുടെ തീരുവയും ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ്. UK-ക്ക് 10%, യൂറോപ്യൻ യൂണിയൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവയ്ക്ക് 15% എന്നതാണ് മറ്റു തീരുവ കണക്കുകൾ. എന്തായാലും ഇന്ത്യ കയറ്റുമതി ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരാണോ അവരെക്കാൾ കുറഞ്ഞ തീരുവയിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് കയറ്റുമതി മേഖലയിൽ ഇന്ത്യക്കുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ഈ പ്രതീക്ഷകൾ ഇന്ന് ഏറ്റവും ആദ്യം പ്രതിഫലിച്ചത് നമ്മുടെ ഓഹരി വിപണികളിലാണ്. എന്താണ് ഈ കരാർ എന്ന് നൽകുന്ന ഊർജം എന്നത് ഏറ്റവും ആദ്യം അവിടെയാണ് തിരിച്ചറിഞ്ഞത്. ഓഹരി വിപണിയിൽ വൻ നേട്ടത്തിലേക്കാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി വ്യാപാര തുടക്കത്തിൽ തന്നെ കുതിച്ചു കയറിയത്. പ്രീ ഓപ്പണിംഗ് സെഷനിൽ തന്നെ സെൻസെക്സ് ഏതാണ്ട് 3600 പോയിന്റ് മുന്നേറുന്ന സാഹചര്യമുണ്ടായി. നിഫ്റ്റി 772 പോയിന്റ് കുതിച്ചു. സെൻസെക്സ് ഏതാണ്ട് ക്ലോസിംഗിലോട്ട് അടുക്കുമ്പോഴും 2000-ന് മേൽ കുതിപ്പ് തുടരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത് എത്രമാത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആഗ്രഹിച്ചിരുന്നതാണ്, എത്രമാത്രം അനിവാര്യമാണ് എന്നത് സൂചിപ്പിക്കുന്നതാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ കുതിപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബജറ്റിന് ശേഷം ഓഹരി വിപണിയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ സാഹചര്യങ്ങളൊക്കെയും അതിനെ സ്വാധീനിച്ചിരുന്നു. ബജറ്റിൽ പോലും
വലിയ സാമ്പത്തിക ഞെരുക്കം രാജ്യം അനുഭവിക്കുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ് ഈ ഡീലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം സഭ ചേരുന്ന സമയമാണ്. പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയായിരുന്നു NDA എംപിമാർ. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് പ്രധാനമന്ത്രിക്ക് ഈ കരാർ യാഥാർത്ഥ്യമാകുന്ന ധാരണയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഒരു നിർണായക ചുവടുവയ്പ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. ഉൽപാദന രംഗത്ത് വൻ നേട്ടമുണ്ടാക്കാൻ ഈ ഡീൽ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി NDA എംപിമാരോട് വിശദീകരിക്കുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനായുള്ള ധാരണയ്ക്ക് പ്രധാനമന്ത്രിയെ തിരിച്ച് എംപിമാർ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്നത്. മുദ്രാവാക്യം വിളിയോടുകൂടിയാണ് NDA അംഗങ്ങൾ പ്രധാനമന്ത്രിയെ അവിടെ വരവേറ്റത്. കരാർ ഇന്ത്യക്ക് നിർണായകമെന്നും വളർച്ചയ്ക്കും വലിയ സഹായം നൽകുന്നതാണ് എന്നും പ്രധാനമന്ത്രി അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ലോകക്രമം മാറുന്നു എന്നും ഉൽപാദന രംഗത്ത് ഇത് വലിയ നേട്ടമാകുമെന്നും കൂടി പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം പ്രധാനമന്ത്രി ഇതിനെ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും NDA എംപിമാർ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. ഇത് കീഴടങ്ങൽ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ ബഹളമാണ് ലോക്സഭയിൽ പിന്നീട് നടന്നത്. ലോക്സഭ സ്തംഭിക്കുകയും ചെയ്തു. മോദി അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന വാദമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സറണ്ടർ മോദി എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിപക്ഷം രണ്ട് സഭകളിലും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കാൻ ആരാണ് ഡൊണാൾഡ് ട്രംപിന് പുറം കരാർ നൽകിയതെന്ന് പ്രതിപക്ഷം ചോദിച്ചു. അതാണ് ഏറ്റവും വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. ഇത്ര വലിയ ഒരു ഡീൽ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ദിവസങ്ങൾക്ക് മുൻപ് EUവുമായി ഒരു പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചപ്പോൾ അത് എത്രമാത്രം നമ്മളെല്ലാം കണ്ടതാണ്. അത് സംയുക്ത പ്രസ്താവനയിലൂടെയാണ് അത് പ്രഖ്യാപിക്കുന്നത്. അവിടുത്തെ രാഷ്ട്ര നേതാക്കളും ഇന്ത്യയുടെ രാഷ്ട്ര നേതാക്കളും തമ്മിൽ സംസാരിക്കുന്നു, ഒപ്പുവെക്കുന്നു, അത് സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള രീതിയെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ കരാർ സംബന്ധിച്ചുള്ള ഡീലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന വിവരം പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ വലിയ രീതിയിലുള്ള ബഹളവും പ്രതിഷേധവും നടത്തിയത്. ഇതോടെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. കരാറിൽ ഒന്നും മൂടിവെക്കാനില്ല എന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് വ്യാപാര കരാറിനെ എതിരെ പ്രതിഷേധിക്കുന്നതെന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതേസമയം ഇന്ത്യക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുട്ടായിരുന്ന സമയത്ത് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ ഇന്ത്യക്കാർക്ക് അവകാശമുണ്ട് എന്നതാണ് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഡൊണാൾഡ് ട്രംപ് അല്ല എന്നെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ എന്ന് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും സഭയിലുണ്ടായി. അപ്പോൾ ഇതിൽ സുതാര്യതക്കുറവുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്നത് ട്രംപ് വലിയ അവകാശവാദമായി പറഞ്ഞതാണ്. ആവർത്തിച്ച് ഏതാണ്ട് 60-ലധികം തവണ അദ്ദേഹം അതേ അവകാശവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ ഈ കരാർ എങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി എന്നൊരു വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ അറിയണം. സർക്കാർ തന്നെ അക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ കരാറിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ഇനി അറിയേണ്ടത്. പ്രധാനമന്ത്രി ട്രംപിനെ വിളിച്ച് അങ്ങനെയാണോ ഇതൊരു ഡീലിലേക്ക് എത്തുന്നത്? നേരത്തെ പ്രധാനമന്ത്രി വിളിക്കാത്തതാണ് ഇത് നീളുന്നത് എന്നെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഇന്ത്യ അത് നിഷേധിച്ചിരുന്നതൊക്കെയാണ്. അപ്പോൾ എങ്ങനെ കരാറിലേക്ക് എത്തി? വിളിച്ചോ? ആര് വിളിച്ചു എന്നതിൽ വ്യക്തത വേണം. എന്താണ് കരാറിലെ വ്യവസ്ഥകൾ? അതാണ് ഏറ്റവും പ്രധാനം. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 0 താരിഫ് എന്ന ഉറപ്പ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടോ? അതറിയണം. ക്ഷീര കാർഷിക മേഖലയിലെ ഇടപെടലിനുള്ള വ്യവസ്ഥയെന്ത്? അതറിയണം. എത്രയോ കോടിക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയമാണ്. അതിലെന്താണ് എടുത്തിട്ടുള്ള തീരുമാനം എന്നത് വളരെ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തുമെന്ന ഉറപ്പ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാലേ എന്താണ് ഈ ഡീൽ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത കിട്ടൂ. പക്ഷേ യൂറോപ്യൻ യൂണിയനുമായുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് ഇന്ത്യയുടെ സമ്മർദ്ദ തന്ത്രമായിരുന്നു. അത് അമേരിക്കയ്ക്കുള്ളൊരു സന്ദേശമായിരുന്നു. അത് ഫലവത്തായതിന്റെ സൂചനയായി നമുക്ക് ഇതിനെ കാണാം. ആ ഡീലിലേക്ക് എത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രംപ് ഈ കരാറിന് തയ്യാറായി എന്നത്
ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. താരിഫ് ഇന്ത്യൻ എതിരാളികളെക്കാൾ കുറഞ്ഞ 18% കഴിഞ്ഞതും ആ പ്രഖ്യാപനം ട്രംപിൽ നിന്നുണ്ടായതും ഇന്ത്യക്ക് നേട്ടം തന്നെയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവാണ്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ എന്തൊക്കെയാണ് ഇനിയും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ? അതിനുള്ള ഉത്തരം, മറുപടി, വ്യക്തത അത് നൽകാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.